വയ്യോട്ട് വന്നത്? എന്റെ ശരീരം മാത്രമേ തന്നിട്ടുള്ളൂ, മനസ്സും ബുദ്ധിയും മരവിച്ചിട്ടില്ല. ഈ പടി കിടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അച്ഛാ, സമാധാനമായിട്ട് മരിക്കാൻ എന്നെ അനുവദിക്കില്ലേ നീ? ഒപ്പോളെ സുഭദ്രയും താത്രക്കുട്ടിയൊക്കെ അവിടെ? എന്തിനാണ് അന്വേഷിക്കുന്നത്? എന്ത് ബന്ധമാണ് നിനക്ക് അവരുമായിട്ട്? ഇത്രയും കാലം എവിടെയായിരുന്നു നീ? വയ്യാണ്ടായ അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും വിട്ട് നീ സർക്കിട്ടിന് പോയില്ലേ? അമ്മയെ, ഞാൻ ഉണ്ണികൃഷ്ണനെ... ഒന്നും പറയണ്ട. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ നീ? ഇറങ്ങി പൊയ്ക്കോളൂ. അമ്മേ, ഞാൻ പറയുന്നത്... വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പലപ്പോഴും അച്ഛൻ നിന്നെ ശപിക്കുമ്പോൾ മനസ്സ് കൊണ്ടവളാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ബോധ്യായി, ഈ കുടുംബത്തിന്റെ ശാപമാണ് നീ. ഇനി നിന്നെ കൊണ്ട് ഇവിടെ ആർക്കും ഒരാവശ്യമില്ല. പൊയ്ക്കോളൂ, ഇറങ്ങി പോകാൻ, ഇറങ്ങി പോകാൻ, ഇറങ്ങി പോകാൻ. സഖാവ് കരുണൻ സിന്ദാബാദ്, സഖാവ് കരുണൻ സിന്ദാബാദ്, 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 സഖാവ് കരുണൻ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വർഗീയവാദികൾ മുർദാബാദ്, വർഗീയവാദികൾ മുർദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, സഖാവ് കരുണൻ സിന്ദാബാദ്, സഖാവ് കരുണൻ സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, വർഗീയവാദികൾ മുർദാബാദ്, വർഗീയവാദികൾ മുർദാബാദ്, വർഗീയവാദികൾ മുർദാബാദ്, വർഗീയവാദികൾ മുർദാബാദ്. നമ്മളോട് മാറാൻ പറഞ്ഞു. ആ മുറിയിൽ വേറെ ആരോ വരുന്നുണ്ടത്രേ. ക്ഷമിക്കണം സാർ, ആ VIP റൂം ആയിരുന്നു സാറിന് തന്നത്. അപ്പോഴാണ് ആ യോഗ്യന്റെ വരവ്. ആരെ? ആ സഖാവ് കരണൻ. കണ്ട ചെറുമച്ചാളെ കിടന്നവനാ. ഇപ്പൊ അവന് AC റൂമിൽ കിടന്നാലേ ഉറക്കം വരും. അവനെപ്പോഴാരാ? സാറിനറിയോ ആളെ? അയ്യോ, അദ്ദേഹത്തെ പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ക്ഷമിക്കണം സാർ. അദ്ദേഹം ഇപ്പൊ ഭരണകക്ഷിയുടെ വലിയ ആളാ. അധികാരം കയ്യിൽ കിട്ടിയെന്ന് കരുതി നിങ്ങൾ തെരുവിൽ കൂത്താടാൻ തുടങ്ങിയാൽ നമുക്ക് കയറിയത് പോലെ തന്നെ ഇറങ്ങേണ്ടി വരും. ഇതൊരുവിധം ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട്. മേലിൽ ഇത്തരം തമ്മാടിത്തരങ്ങൾ ആവർത്തിക്കരുത്. ബാക്കി കാര്യം കുട്ടികൃഷ്ണൻ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. മറ്റുള്ളവർ പോയിക്കോളൂ. ആരിത്? ദേവനോ? താൻ ഇവിടെ? ഞാൻ ഈ മുറിയിലായിരുന്നു. VIP വന്നപ്പോ അപ്പുറത്തേക്ക് മാറി. നോ നോ, തന്നെ കണ്ടിട്ട് എത്ര നാളായിടോ? നമുക്ക് വിശദമായിട്ട് സംസാരിക്കണം. എനിക്ക് ചെറിയൊരു പ്രശ്നം തീർക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. രാഷ്ട്രീയക്കാരെ പറ്റി പൊതുജനങ്ങൾക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. ഏവൻ എന്നെ അങ്ങനെ കണക്കാക്കരുത്. ഇല്ല, ഉള്ളവരിൽ നിന്ന് പിടിച്ചെടുക്കാതെ തന്റെ പാർട്ടിയിലേക്ക് എവിടുന്ന കാശ്? തറവാട്ട് മുതലെടുത്ത് ചെലവാക്കാൻ തന്റെ കാശില്ലല്ലോ. ജനാധിപത്യമല്ലേ, ചെലവുണ്ടാകും. ഇതാ വാങ്ങിക്കേ. വലത്തെ കൈ കൊണ്ട് വാങ്ങിക്കേ. ഓക്കെ. ഇത് വെച്ച് തന്റെ സമുദായക്കാർ ഒരു പീഡിത സംഘമാണെന്ന് ഞാൻ വാദിച്ചാൽ ജനങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തും. കാരണം ഇന്ത്യയിലെ ഭൂവുടമകളും ജനപ്രതിനിധികളും ഭൂരിപക്ഷവും സവർണരാണ്. വടക്കൻ സംസ്ഥാനങ്ങളിൽ ദിവസവും അധകൃത വർഗത്തിൽപ്പെട്ടവരെയും ഹരിജനങ്ങളെയും മേൽജാതിക്കാർ കൂട്ടക്കൊല ചെയ്യുന്ന കാര്യം തനിക്കറിയാമോ? മനുഷ്യനെ തീയിലിട്ട് ചുടുക കൂടി ചെയ്യുന്നു. കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കണോടോ? അതിലാർക്കും പരാതിയില്ല. കൊറ്റിന് വഴിയില്ലാത്തവരെ തേജോവധം ചെയ്യുന്ന ക്രൂരതയാണ് പൊറുക്കാനാവാത്തത്. ജന്മിത്ത് അവസാനിപ്പിച്ചിട്ട് കാർഷിക മുതലാളിത്തം വായിക്കുന്ന നിന്റെയൊക്കെ വിപ്ലവം. ഒരു വാദപ്രതിവാദത്തിന് എനിക്കിപ്പോ സമയമില്ല. വേണ്ട. കുടിയാനെന്നും പറഞ്ഞ് അറുമുഖൻ അന്യായമായി കൈവശപ്പെടുത്തിയ ഞങ്ങളുടെ വസ്തുക്കൾ തിരിച്ചെടുക്കാൻ താൻ എന്നെ സഹായിക്കുമോ? കടബാധ്യത പലിശയോടെ തീർത്തു കൊടുക്കാം. ആ കേസ് ഇപ്പോഴും കോടതി കിടക്കില്ലേ? അതെ. എന്നാൽ ഞാൻ ശ്രമിക്കാം. മറ്റൊരു കാര്യത്തിൽ കൂടി താൻ എന്നെ സഹായിക്കണം. അന്നത്തെ തിരുവാഭരണ മോഷണ കേസിൽ ഞാൻ ജയിലിൽ പോയ കാര്യം തനിക്കറിയാമല്ലോ. എന്നാൽ ഞാനതിൽ തികച്ചും നിരപരാധിയായിരുന്നു. പിന്നെ ആര്? ഞാൻ എടുക്കാത്ത ആഭരണത്തിന്റെ ഒരു ഭാഗം എന്റെ വീട്ടിൽ നിന്ന് തൊണ്ടിയായി എടുത്തവർ തന്നെയാകും അതിന് പിന്നിൽ. എന്ന് വെച്ചാൽ അറുമുഖനും സംഘവും തന്നെ. ആ കേസ് ഒരിക്കൽ കൂടി അന്വേഷിപ്പിക്കാൻ തന്നെ കൊണ്ട് കഴിയുമോ? യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ? ഒരു സ്നേഹിതനെന്ന നിലയിൽ നിന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എന്റെ കടമയാണ്. തീർച്ചയായും. ആളുകൾ പറയണ കേട്ടാ സഹിക്കില്ല. തൻ്റെ ഓപ്പള് പഴച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും നാട്ടുകാരുടെ വായടച്ച് കെട്ടാൻ ഒക്കുവോ?
ഉണ്ണികൃഷ്ണൻ എവിടെ പോയിന്ന് ആർക്കും അറിയില്ല. അതിനിടയ്ക്ക് രണ്ടാമത്തവൾ രക്ഷപ്പെട്ടു. അതൊരു ഭാഗ്യമായി വെച്ചോളൂ. അല്ലെങ്കിൽ ഇങ്ങനൊരു പെൺകൊട തരാവില്ല. എവിടേക്കാ സുഭദ്രേ? അമ്മയൊന്നും പറഞ്ഞില്ലേ? ഉണ്ണികൃഷ്ണൻ എവിടെ പോയി എന്നൂടെ പറഞ്ഞില്ല. പൊട്ടിത്തെറിച്ചാ സംസാരിച്ചത്. എനിക്കൊന്നും ചോദിക്കാൻ തോന്നിയില്ല, ഇറങ്ങിപ്പോന്നു. ഊഹിക്കാൻ പറയൂ, എന്റെ പെങ്ങന്മാര് സുഭദ്രയും താത്രിക്കുട്ടി എവിടാ? ഇളയവളെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഈ ദാരിദ്ര്യത്തിൽ കിടന്ന് പൊരിയണ്ടെന്ന് കരുതി ഏടത്തി കൂട്ടിക്കൊണ്ടുപോയതാവും. സാവിത്രി ചെന്ന് പറ്റിയത് വലിയ ധനസ്ഥിതിയുള്ളവരില്ലത്താ. നമ്പൂരി അച്ചാൽ നല്ല ആഢ്യത്തുള്ളൊരു യോഗ്യൻ, മുജ്ജന്മ സുഹൃതം എന്ന് പറയാം. അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഒരു ബന്ധം കിട്ടില്ല. അവളുടെ ഇല്ലപ്പേര് പറഞ്ഞില്ല ഊഹിക്കാൻ. ചെറുമന അറിയില്ലേ? എളംകുളം ദേവീക്ഷേത്രത്തിന് തൊട്ട് കിഴക്ക്. സുഭദ്രേ, ഏട്ടൻ താത്രക്കുട്ടി എവിടെ? ഇല്ലത്തില്ലേ അവൾ? അവിടുന്ന് ആരും വരാറില്ല. ഇവിടുന്ന് അങ്ങോട്ടും അദ്ദേഹം അയക്കില്ല എന്നെ. അതെന്താ? അദ്ദേഹം അങ്ങനെയാ. ഏട്ടൻ വരൂ. കുടിക്കാൻ എന്താ എടുക്കണ്ട ഏട്ടന്? വരട്ടെ. എവിടെ നിന്റെ നമ്പൂരി? എന്താ കാര്യം? ഏട്ടനാ. ഇദ്ദേഹം ഇയാളെ അന്വേഷിക്കുന്ന ആള് നോൻ തന്നെയാ. പെങ്ങളെ കാണാമെന്നാണോ? മേനി എഴുകണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല. വയസ്സുകാലത്ത് ശുശ്രൂഷയ്ക്ക് ഒരാളായിട്ടാ കൊണ്ടുവന്നത്. ഇവിടെ എന്നെ സ്വൈര്യം കെടുത്താൻ വരരുത്, പൊയ്ക്കോളൂ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വൈകിയാണെങ്കിലും തന്റെ ഇല്ലത്തുള്ളവരുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയാ. ഇറങ്ങിപ്പോളൂ. ഇതും കൂടി എടുത്തോളൂ. അയ്യോ, എന്റെ ഏട്ടനോട് ഇങ്ങനെ തുടരുത്. ഇയാളുടെ കാശ് കൊണ്ടാണ് ഇതെല്ലാം വാങ്ങിയതെങ്കിൽ ആ കാശ് എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയാം. അതല്ല, ഇല്ലത്തെ കാശാണെങ്കിൽ അതും എങ്ങനെ ഉണ്ടായിന്ന് ഈ നാട്ടിലൊക്കെ പാട്ടാ. എടുത്തോണ്ട് പോവാൻ. ദാ ഏട്ടാ, ഏട്ടനൊന്നും തോന്നരുത്. മുൻചുണ്ടിയാണെങ്കിലും ആള് ശുദ്ധനാ. ഇല്ലത്ത് അമ്മയോടെല്ലാം പറയണം എനിക്കിവിടെ സുഖാണെന്ന്. പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോ ഉണ്ണികൃഷ്ണന്റെ തപാലുകൾ ഈ അഡ്രസ്സിലാണ് റീഡയറക്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. ശ്രുതി ക്വാർട്ടേഴ്സ്, എസ്റ്റേറ്റ് റോഡ്, തിരുവമ്പാടി. ദേവൻ? അതാടാ ദേവൻ. നിന്നെ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ? ഞാൻ കഷ്ടപ്പെട്ട് എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ അയച്ച കാശുകൊണ്ട് നീ ഇവിടെ എസ്റ്റേറ്റ് മുതലാളിയായി കഴിയാണ് അല്ലടാ റാസ്കൽ. എന്റെ കുടുംബം കുട്ടിച്ചോറാക്കിയ നീ ഇനി ജീവിക്കണ്ട. ഏട്ടാ, എന്നെ വിധവയാക്കരുത്. രാത്രിക്കുട്ടി, നീ എന്താ മോളെ ഇത്?
നീയും കൂടെ ചേർന്നുകൊണ്ടാണ് ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം അന്വേഷിക്കാൻ ഏട്ടൻ ഇപ്പോഴാണോ വരുന്നത്? എവിടെയായിരുന്നു ഇത്ര നാളും? രാത്രിക്കുട്ടി, ഇങ്ങനെയൊന്നും ആവണമെന്ന് ഞാൻ മോഹിച്ചതല്ല. എന്താ നടന്നതെന്ന് ഏട്ടനറിയോ? സ്വന്തം ഭാര്യയെ കൂടാതെ സപത്നി എന്ന പേരിൽ എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാനുള്ള അവകാശം നമ്പൂതിരിമാർക്ക് പണ്ടേ ഉണ്ട്. പക്ഷെ എന്റെ അനുജത്തിയെ നിങ്ങളുടെ സപത്നിയായി, എന്റെ ദാസിയായി കാണാൻ എനിക്ക് കഴിയില്ല. അവളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളൂ. അവളുടെ ജീവിതമെങ്കിലും നശിക്കാതിരിക്കട്ടെ. ഞാനതനുസരിച്ചില്ലെങ്കിൽ ജീവിച്ചിരിക്കില്ലെന്ന് വരെ ഓപ്പോള് പറഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമാണോ ഈ വരവ്? ഏട്ടനില്ലത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരുമായിരുന്നോ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് മാത്രം കരുതിയാ മതി. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഇല്ല, ഇനി എന്റെ വിധി തീരുമാനിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും നിമ്മി. യെസ്. എന്താടോ, നല്ല ഫിറ്റാണെന്ന് തോന്നുന്നു. നേരത്തെ കിടപ്പായോ? ഏയ്, ആ, തന്റെ വലിയ ഇല്ലത്തെ കുറിച്ചിട്ടുള്ള കേസ് രാജിയായിക്കൊണ്ട് 2 വക്കീലന്മാരും കോടതിയിൽ എഴുതി കൊടുത്ത പെറ്റീഷന്റെ കോപ്പിയാണിത്. ഇന്ന് തന്നെ വേണമെങ്കിൽ പോയി താമസിക്കാം. താങ്ക്സ്. പിന്നെ ക്ഷേത്രത്തിലെ മോഷണത്തിന്റെ കാര്യം, അത് വലിയൊരു സംഭവമായി മാറ്റുകയാണ്. നാട് നീളെ അതേ ചൊല്ലി പ്രക്ഷോഭങ്ങൾ നടക്കും. പ്രകടനങ്ങളും ഘോഷയാത്രകളും ഉണ്ടാവും. അസംബ്ലിയിൽ ചോദ്യവും. പാർട്ടി ലെവലിൽ തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് DIGയെ ഒന്ന് കാണണം. ഒരിക്കൽ ഈ മോഷണം കോടതിയിൽ തെളിയിച്ചതാണ്. ശിക്ഷ അനുഭവിച്ച ആളല്ലേ ഈ ഇരിക്കുന്നത്. അതേ കേസ് വീണ്ടും ഒരു അന്വേഷണത്തിന് വിടാൻ നിയമപരമായി തടസ്സമുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം. ഞാൻ CM-നെ കൊണ്ട് സാറിനെ നേരിട്ട് വിളിപ്പിക്കാം. എന്താ? അയ്യോ, അതെന്തിനാ? സാറ് തന്നെ നേരിട്ട് വന്ന സ്ഥിതിക്ക്. എങ്കിൽ ഏത് നിലക്കായാലും ഈ കേസ് എടുത്തേ ഒക്കൂ. സാർ, അതിന് തക്കതായ തെളിവ് വേണം. മോഷണം പോയ വസ്തുക്കളോ അല്ലെങ്കിൽ അവ കൈമാറിയതായ രേഖകളോ. അല്ലാതെ വേറെ ഊഹാപോഹം വെച്ച് പറ്റില്ല. വേണ്ട, നിങ്ങൾ പറഞ്ഞ തെളിവുകൾ ഞാൻ തരാം. അതിന് ഒരുപക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വന്നേക്കും. ഷുവർലി, ബൈ ഓൾ മീൻസ് വി വിൽ ഹെൽപ്പ് യു. താങ്ക് യു.